അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരത്ത് തുടരുക. ഇപ്പോൾ വീണ്ടും ശരൺ ചേരുകയാണ്. ശരൺ, സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് സിനിമ സംബന്ധമായ ചർച്ചകൾക്ക് എത്തിയപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലഹരി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് എന്നുകൂടി അറിയാൻ കഴിഞ്ഞു. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് തന്നെയാണ് എക്സൈസിന്റെ നിഗമനം, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് എക്സൈസ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ ഇവർ നിരന്തരം കൂടാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെ പലതവണയായിട്ട് അത്തരത്തിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി എക്സൈസ് സംഘം അവിടേക്ക് എത്തുന്നത്. അപ്പോഴാണ് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഇവർ പിടിയിലായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് എക്സൈസ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 2 പേർ, ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഒപ്പം സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായിരുന്നത്. ഇതിൽ ഷാലിഫ് മുഹമ്മദാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് എക്സൈസ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഈ ഷാലിഫ് മുഹമ്മദിന്റെ സുഹൃത്ത് മുഖേനയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് അവിടേക്ക് എത്തിച്ചേക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള പ്രധാനപ്പെട്ട അന്വേഷണം എന്ന് പറയുന്നത് ഈ ഷാലിഫ് മുഹമ്മദിന്റെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. അങ്ങനെ ഷാലിഫ് മുഹമ്മദിന്റെ സുഹൃത്തിനെ വൈകാതെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴായിരിക്കും ആരാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതെന്ന കാര്യത്തിൽ, അതായത് ഇതിന്റെ സോഴ്സ് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരിക എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. നിലവിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ട 2 പ്രമുഖ സംവിധായകരാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് ഇന്നലെ രാത്രി പരിശോധന നടന്നിരിക്കുന്നത്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തത്. അതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഖാലിദ് മുഹമ്മദ് ഉണ്ട്, അഷ്റഫ് ഹംസയുണ്ട്, ഇതോടൊപ്പം തന്നെയാണ് സുഹൃത്തായ ഷാലിഫ് മുഹമ്മദും ഉള്ളത്. ഇതിൽ അതിന് പിന്നാലെ ഈ 3 പേരെയും കച്ചേരിപ്പടിയിലെ എക്സൈസ് ഓഫീസിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. വൈദ്യപരിശോധന കൂടി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ഹൈബ്രിഡ് കഞ്ചാവ് വലിയ തോതിൽ തന്നെ സിനിമാ മേഖലയിലേക്ക് ഒഴുകുന്നു എന്നുള്ള വിവരം നേരത്തെ എക്സൈസിനും ഒപ്പം തന്നെ പോലീസിനും ഒക്കെ തന്നെ ലഭിച്ചിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പല വിധത്തിലുള്ള പരിശോധനകൾ അവർ നടത്തിയിരുന്നതാണ്. പക്ഷേ സെറ്റുകൾ കേന്ദ്രീകരിച്ച് ഇതുവരെ സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും സിനിമാ പ്രവർത്തകർ ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉള്ള സ്ഥലങ്ങൾ, അതായത് സെറ്റിന് പുറത്തുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പരിശോധനകൾ എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരീക്ഷണത്തിനൊടുവിൽ, അങ്ങനെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എക്സൈസ് സംഘം ഈ 2 പ്രമുഖ സംവിധായകരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഹൈബ്രിഡ് കഞ്ചാവുമായി ഇപ്പോൾ സംവിധായകരാണ് കൊച്ചിയിൽ പിടിയിലായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടർ തന്നെയാണ്. ഇവർ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെയും ഒപ്പം സ്റ്റേഷനിൽ ഇവരെ എത്തിച്ചതിൻ്റെയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൻ്റെ ഒക്കെ ദൃശ്യങ്ങളാണ്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. മലയാള സിനിമയിലെ തന്നെ പ്രമുഖ സംവിധായകർ ലഹരി കേസിൽ പിടിയിലാകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയെ നിർണായകമാക്കുന്നത്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിങ്കാന, തല്ലുമാല എന്ന നേരത്തെ ഹിറ്റായ സിനിമകളുടെ ഒക്കെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. തമാശ, ഭീമന്റെ വഴി തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി പിടിയിലായിരിക്കുന്നു. ഇവരുടെ സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് കൂടി പിടിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ശരൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴായി ഈ സിനിമയിലെ ലഹരി ഉപയോഗം അത് ഏതൊക്കെ തരത്തിലാണെന്നത് വലിയ ചർച്ചയാകുന്നുണ്ട്. കർശന പരിശോധനകളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിന് പിന്നാലെ സിനിമാ മേഖലയിൽ ആകെ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. സിനിമാ മേഖലയിലേക്ക് ഇപ്പോഴും നിർബാധം ലഹരി പോകുന്നുണ്ട്, എത്തുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. സിനിമാ ചർച്ചകൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ളാറ്റിലെത്തിയ സംവിധായകർ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണല്ലോ ഇപ്പോൾ എക്സൈസ് പകർത്തുകയും പിടികൂടുകയും ചെയ്തിരിക്കുന്നത്.
തീർച്ചയായിട്ടും സമീപകാലത്ത് ഈ സിനിമാ നടന്മാരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നമ്മൾ കേട്ടിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ഷൈൻ ടോം ചാക്കോയെ നേരത്തെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇതിനു പുറമെ തന്നെ ശ്രീനാഥ് ബാസിയെ കേന്ദ്രീകരിച്ച്, അതായത് ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നാളെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ട് പ്രമുഖ സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. 20 കിലോ ആണെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ. അതുകൊണ്ട് ആണ് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ എക്സൈസ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതികരണം സർ. അതായത് പ്രതികരണം തേടൂ, എന്താണ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് എന്ന് കൂടി നമുക്കറിയണം ശരണ്യ. വിനീത, അല്പസമയത്തിനകം തന്നെ നമുക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കൂ ശരൺ. ഉദ്യോഗസ്ഥരുമായി സമയമെടുത്ത് സംസാരിക്കൂ. അവരുടെ പ്രതികരണം നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ അവരുമായി സംസാരിച്ച ശേഷം നമുക്ക് കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തുകയും ചെയ്യാം. ശരി, കൊച്ചിയിൽ സംവിധായകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന റിപ്പോർട്ടർ ടിവിയാണ്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നീ സംവിധായകരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരുടെ ഒരു സുഹൃത്തു കൂടി ഷാലിഫ് മുഹമ്മദ് എന്ന സുഹൃത്തു കൂടി പിടിയിലായിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു എന്നതാണ്.